ഭയങ്കര ചുമപ്പനായത്. ഗുഡ് മോർണിംഗ് അയ്യാ കൊല്ലല്ലേ. ഗുഡ് മോർണിംഗ്. ഇതാ വീട്ടിൽ വന്ന ആദ്യത്തെ ദിവസമാണ് കേട്ടോ. നമ്മളിന്ന് വിളിച്ചെണീപ്പിച്ചേക്കുന്ന അമ്മയൊന്നും അല്ല, ചാർലിക്കുട്ടനാണ്. ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. ചാർലിയും ഡോറയും രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മളെയൊക്കെ ഉണർത്തുന്നതാണ് അവരുടെ സ്ഥിരമായിട്ടുള്ള പരിപാടി. നല്ല യാത്രാ ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് കിടന്നിറങ്ങി. എന്നിട്ട് ഇതാ ഇനിയിപ്പോൾ ഇവരോടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാല്ലേ. ഹലോ 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 ഇതെന്താണ് കൂട്ടിലുള്ളവരും നമ്മൾ ഇറക്കി വിട്ടു കേട്ടോ. അവരപ്പോൾ അവരുടെ ഫാമിലി ടൈമാണ്. ഇതിപ്പോൾ സന്തോഷമാണോ അടിയാണോന്ന് മനസ്സിലാവണില്ല. നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കാനല്ലേ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സാധനം സെറ്റ് ആക്കണം. ഒന്ന് പറമ്പിലോട്ട് ഇറങ്ങിയാലോ. ഇവിടുത്തേതും ആയി കാണും. ഇത് അടുത്ത ആഴ്ച ആവും. ഒറ്റയ്ക്ക് പറിക്കുന്ന പോലെ ഈ വർഷ കർഷകശ്രീ അവാർഡ് ഇപ്പൊ എല്ലാരും ഇത് വെച്ചാ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും മീൻകറി ആക്കാൻ തീരുമാനിച്ചേക്കാണ്. അപ്പൊ കപ്പ വേവുന്ന സമയം കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഞാലിപ്പൂവൻ പഴം രണ്ടെണ്ണം അകത്താക്കാം കേട്ടോ. നമ്മുടെ കപ്പയോടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അനിയത്തിക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. മേ ബി ഇതൊക്കെ കഴിച്ച് മടുത്തിട്ടായിരിക്കും. പണ്ട് പോലെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അവർക്ക് വേറെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറ്റൻഷൻ തരുന്നതിൻ്റെ പേര് ആൾ കുറച്ച് റോങ് മൂഡിലാണ് കേട്ടോ. ഞാൻ കഴിക്കുന്നുണ്ട് ചോദിക്കാൻ. അനിയത്തിയെ കൂടെ കുറച്ച് വെറുപ്പിച്ച കാരണം വയറ് നിറഞ്ഞു മനസ്സും നിറഞ്ഞു. ഇനിയാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞു മാമകളുടെ അടുത്ത് പോകാനുള്ളത്. നോക്ക് എന്ത് ക്യൂട്ടാ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഒരാളെ നമ്മൾ ഇങ്ങോട്ട് നൈസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദിവസം വെറുതെ തിന്നാന്ന് തന്നെയാണല്ലോ പണി. അപ്പൊ നമ്മൾ രാവിലെ കണ്ട പേരയ്ക്ക നൈസ് അടങ്ങോട്ട് പറിച്ചിട്ട് വീട്ടിലെല്ലാ പട്ടികളെയും കാണിച്ച് കൊതിപ്പിച്ചിട്ട് അടുത്ത അമ്മ എനിക്ക് വേണ്ടി മാറ്റി വെച്ച് ആത്തച്ചക്ക. കുത്തിക്കോ, ഇത്രയും കഷ്ടപ്പെട്ടതിന് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ചെയ്യും. ക്ലബ് ഓണർ ആകെ പകച്ചു നിൽക്കുക. ഇവന്മാർ ഇതെന്താ പറയണെന്ന് മനസ്സിലായിട്ടില്ല. ആ ഗ്യാപ്പിന് നമ്മുടെ കൂട്ടുകാരൻ കോട്ടെടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഓറഞ്ചും എടുത്ത് അതും എറിഞ്ഞ് ചെന്ന് ചാർലിക്കുട്ടനെ വായി നോക്കാൻ വേണ്ടി നല്ല രീതിയിൽ അങ്ങോട്ട് ഒരുക്കിയിരുത്തി. ഇരുട്ടായി തുടങ്ങി കഴിച്ചിന് ബാൽക്കണി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. അപ്പം നമുക്ക് അകത്ത് കയറാം. ഇവിടെ അനിയത്തി അവളുടെ പുതിയ ഐഫോൺ അൺബോക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ സെറ്റപ്പ് ചെയ്ത് നോക്കിയിരുന്നിട്ട് അവളുടെ ഐപാഡിന്റെ ബാക്ക് കവർ ആയിട്ട് അവൾ അടിപൊളിയായിട്ട് പടം വരയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ കിഡിലൻ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. ഒന്നും പറയാനില്ല, ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. അപ്പൊ അവളുടെ കഴിവൊക്കെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ നല്ല ചേമ്പും പുഴുങ്ങി മീൻ വറുത്തതും മീൻ കറിയും പിന്നെ എനിക്ക് ഇഷ്ടമായത് നല്ല പയറുമെഴുക്ക് വരട്ടിയും. ഓ അങ്ങോട്ട് തിന്ന് കുശാലായി. പൂവൻകോഴി ഉള്ളതുകൊണ്ട് വീട്ടിൽ അലാം വെക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. പക്ഷെ നമുക്ക് ജെറ്റ് ലാഗ് കാരണം ഉറങ്ങാനേ പറ്റിയിട്ടില്ല. ഞാൻ രാത്രിയിൽ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാണ്. കുറേ നേരം ഫോണിൽ കളിച്ചു, കുറേ നേരം ചാറിലൂടെ കളിച്ച് കിടന്നു. പിന്നെ ഇതാ ഡോറക്കുട്ടി കുഞ്ഞുങ്ങളുടെ കൂടെ അവിടെ റൂമിൽ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ദൂരത്ത് നിന്ന് അവളെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ ഫുള്ള് ഞാൻ ചാർലിനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കായിരുന്നു. പിന്നെ ഞാനും ചാർലിയും കൂടെ രാവിലെ ജോലിക്ക് പോകുന്നതും ആ ദൂരെ നിന്ന് പാടത്തേക്ക് കൂടെ ഒക്കെ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാനായിരുന്നു. എന്ത് ചെയ്തിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. സമയം ഒരു 9 മണിയോളം ആവുന്നുണ്ട്. ഞാൻ കാരണം പാവം ചാർലി
ചാർലി എൻ്റെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. അവന് ഉറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ ഡോറതാ എണ്ണീറ്റ് വന്നു. ഇവളുടെ സ്ഥിരം പരിപാടിയാണ് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒളിപ്പിച്ചു വെക്കണേ. നമ്മളിനി മുന്നേ കുഞ്ഞുങ്ങളെ വിറ്റത് കൊണ്ടാണോ അവർക്ക് പേടിച്ചിട്ടാണോ അതോ ഇനി ഇവരുടെ ഒരു ഹാബിച്വൽ കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് തന്നെ അവിടെ പരിപാടി. അവിടെ എവിടെയും കൊണ്ട് കട്ടലിൻ്റെ അടിയിലും പെട്ടിയുടെ സൈഡിലും ഒക്കെ ആയിട്ട് പാത്തു വെക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ നല്ല ചൂട് ദോശയും സാമ്പാറൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ഇവിടെ ഒരാളുടെ കള്ളത്തരം ഞാൻ പൊക്കണത്. അമ്മയുടെ ഒക്കെ വിചാരം നമ്മൾ കുറച്ച് ഗപ്പിനെ വളർത്തുന്നുണ്ട് പോട്ടിലായിട്ട്. അപ്പോൾ നമ്മൾ ഡോറ് അവിടെ പോയി വെള്ളം കുടിക്കുക എന്നാണ് എല്ലാവരുടെയും വിചാരം. ക്യൂട്ട്നെസ് ഓവർലോഡർ എന്ന് പറഞ്ഞ് പൊക്കി എടുത്തിട്ട് നടക്കായിരുന്നു. പക്ഷെ അവള് കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗപ്പിനെ ഒക്കെ നൈസായിട്ട് പിടിച്ച് തിന്നലാണ് അവിടെ പരിപാടി. വൈകുന്നേരം ആവുന്ന കേട്ടോ. ഇനിയിപ്പോൾ സന്ധ്യയ്ക്ക് നമുക്ക് പറയുന്നിടത്തുണ്ട്. നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിലൊക്കെ ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് അമ്പലത്തിൽ നിന്ന് പറ വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പറ കാപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടികളുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലൊക്കെയാണ് അമ്മ. പറയൊക്കെ എടുത്ത് അവർ പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫുഡ് കഴിക്കാം. ഇന്നെങ്കിലും ഞാൻ കിടന്നുറങ്ങുന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ ബൈ.